യെസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ എയ്തർ 450 എയ്പെക്സിൻ്റെ ക്രൂയിസ് കൺട്രോളാണ്. നമുക്കിപ്പോൾ ആദ്യം ക്രൂയിസ് കൺട്രോൾ ഇട്ട് തന്നെ വണ്ടി ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു തേനുണ്ട്. ഇനി നമുക്ക് പതിയെ ക്രൂയിസ് ഓൺ ആക്കാം. ക്രൂയിസിൻ്റെ ബട്ടൺ റിവേഴ്സ് ബട്ടണിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്രൂയിസ് ഓൺ ആവുന്നതാണ്. ക്രൂയിസ് 10 km/h ശേഷമാണ് നമ്മുടെ എയ്തർ 450 അപ്പെക്സ് ആയാലും അതുപോലെ തന്നെ 2025 എയ്തറിൻ്റെ ക്രൂയിസ് കൺട്രോൾ ഓൺ ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്രൂയിസ് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ക്രൂയിസ് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മുടെ ഒരു ചെറിയൊരു തേനുണ്ട്. ക്രൂയിസ് ഓൺ ചെയ്യണം. യെസ്, ക്രൂയിസ് ഓൺ ആയിരിക്കുകയാണ്. വണ്ടി ഓട്ടോ പൈലറ്റ് മോഡിൽ പോവുകയാണ്. ഓട്ടോ പൈലറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല. വണ്ടി തന്നെയാണ് എന്നെ പുള്ള് ചെയ്തുകൊണ്ട് പോകുന്നത്. ഫ്രണ്ടിലൊരു കയറ്റമുണ്ട്. ആ കയറ്റം 40 km/h വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഞാൻ എന്തായാലും ജസ്റ്റ് കൈ വെച്ച് കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളത് മാജിക് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി. ബട്ട് വണ്ടി നിർത്തിയാലും നമുക്കിത് ക്രൂയിസ് അവിടെ പൗസ് എന്നാണ് കാണിക്കുന്നത്. ബട്ട് ക്രൂയിസ് പൗസായി നിൽക്കുന്നതെന്നേ ഉള്ളൂ. ക്രൂയിസ് പൗസായി നിന്നതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആവുന്നതായിരിക്കും. ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഓട്ടോമാറ്റിക്കലി വീണ്ടും ക്രൂയിസ് കൺട്രോളിൽ തന്നെ വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുത്തോണ്ട് പോകാവുന്നതാണ്. അതിൽ ഇപ്പം നോർമലി വണ്ടി ഇതേ രീതിയിൽ ക്രൂയിസ് ഓണാണ്. ഇനി നമ്മൾ ക്രൂയിസ് ഓഫ് ചെയ്താൽ മാത്രമേ ഓഫ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിലോ നമ്മൾ വന്നത് ഇതേപോലെ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. നിൽക്കേണ്ട അവസ്ഥയായി കഴിഞ്ഞാൽ ഇതേപോലെ വരുന്നു, ബ്രേക്ക് പിടിച്ച് നിർത്തുക, തീർന്നു. വീണ്ടും ഇതേപോലെ എടുത്തിട്ട് നമ്മൾ കൈ വിടുമ്പോഴത്തേക്ക് ക്രൂയിസ് വീണ്ടും ബാക്ക് ടു ഓൺ പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര km/h നമ്മൾ ക്രൂയിസ് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്, അവിടെ നിന്ന് വണ്ടി വീണ്ടും ഓടിത്തുടങ്ങും. അത്രയേ ഉള്ളൂ നമ്മുടെ എയ്തർ 450യുടെ ക്രൂയിസ് കൺട്രോൾ. ഇതൊരു ഗ്രാമ ഏരിയയാണ്. അതുകൊണ്ടാണ് ആൾക്കാരും എല്ലാവരും ഇരുസൈഡുകളിലെ വീടും റോഡും ഈ ഒരു പ്രദേശം ഇങ്ങനെയാണ്. ഓക്കെ, ശരി. ഇപ്പം നമ്മൾ പറഞ്ഞു, എന്തായാലും നമ്മൾ ക്രൂയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ക്രൂസ് അവിടെ പൗസ് ആവുകയാണ്. ക്രൂയിസിൻ്റെ ചിഹ്നം അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രൂയിസ് എക്സിറ്റ് ചെയ്യാം. ക്രൂയിസ് എക്സിറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി റണ്ണിങ് പൊസിഷനിൽ തന്നെ ആയിരിക്കണം. 10 km മുകളിൽ പോയാലേ ക്രൂയിസ് ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പം നമുക്ക് ജസ്റ്റ് ക്രൂയിസ് എക്സിറ്റ് ചെയ്യാം. ജസ്റ്റ് കണ്ടില്ലേ? ഇപ്പോൾ കോസ്റ്റിംഗ് റീജൻ കിടക്കുന്നത് കൊണ്ടാണ് വണ്ടി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാജിക് ടെസ്റ്റ് യൂസ് ചെയ്ത് നടത്താം. കണ്ടല്ലോ, ഇതേപോലെ നമുക്ക് മാജിക് ടെസ്റ്റ് യൂസ് ചെയ്ത് നടത്താം. വീണ്ടും നമ്മൾ ക്രൂയിസ് ചെറിയൊരു കയറ്റത്തിൽ ഓണാക്കി കൊടുക്കുകയാണ്. വണ്ടി 29 km/h പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ വണ്ടി ഓട്ടോമാറ്റിക്കലി കയറി പോവുകയാണ്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ തന്നെ വണ്ടി കയറി പോകുന്നതാണ്. ആ ഒരു കയറ്റം നമുക്ക് എന്തായാലും കയറ്റി നോക്കാം. ഇപ്പം ക്രൂയിസ് ഓൾറെഡി ഓണാണ്. ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്നില്ല, വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോവുകയാണ്. കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ എയ്തറിന്റെ ക്രൂയിസ് കൺട്രോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്രൂയിസിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്യണം? ഡിസേബിൾ ചെയ്തപ്പോഴത്തേക്കും വണ്ടി കോസ്റ്റിംഗ് റേഞ്ചിലാണ് പോകുന്നത്. ഇനി നമുക്കൊന്ന് മാജിക് ടെസ്റ്റ് യൂസ് ചെയ്ത് നടത്താം. ഇത്രയേ ഉള്ളൂ പുതിയ നമ്മുടെ എയ്തറിന്റെ ക്രൂയിസ്. നമുക്ക് ഒന്നുകൂടി ക്രൂയിസ് ആക്റ്റീവ് ചെയ്യാം. നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ക്രൂയിസ് ആക്റ്റീവ് ചെയ്യുന്നു, ക്രൂയിസ് ആക്റ്റീവ് ആയിരിക്കുകയാണ്. അതേപോലത്തെ ടെറൈനൊക്കെ വരുമ്പോഴത്തേക്കും മാജിക് ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ത്രോട്ടിൽ കയറ്റി വെക്കുന്നു. എവിടെയാണോ നമ്മൾ കയറ്റി നിർത്തുന്നത് ആ ഭാഗത്ത് വെച്ചായിരിക്കും വണ്ടി നിൽക്കുന്നത്. ഓക്കെ, മീൻസ് ക്രൂയിസ് കൺട്രോള് നമ്മൾ എത്ര km/hലാണോ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈ എടുക്കുന്നത് അവിടെയാണ് സ്റ്റോപ്പ് ആവുന്നത്. ഇപ്പൊ ഈ ഒരു തേരിൽ ഇങ്ങനെ തന്നെ പോവുകയാണ്. ഞാൻ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. നമ്മൾ ഹാൻഡിൽ ബാർ ഒന്ന് കൺട്രോൾ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം എന്തെങ്കിലും അപകടം വന്നാൽ എന്ത് ചെയ്യും? അതേപോലെ ഈ ക്രൂയിസ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല. എങ്ങനെ നിൽക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത് അതേപോലെ നമ്മൾ ഇവിടെ ഒന്ന് കുത്തി നിർത്തി നോക്കാം. തീർന്നു, ഇത്രയേ ഉള്ളൂ. വണ്ടി ഇവിടെ നിന്ന് കണ്ടില്ലേ? ഇതേ രീതിയിലാണ് നമ്മുടെ എയ്തറിന്റെ ക്രൂയിസ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താണ് എടുത്തോണ്ട് പോവുക എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ക്രൂയിസ് ഓൾറെഡി ഓൺ ആണ്. അതിന്റെ ഒരു സിമ്പിളാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ വെയിലായതുകൊണ്ട് നേരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. പൗസ് ആയതേ ഉള്ളൂ. ക്രൂയിസ് നമുക്ക് ഇനി ഡിസേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ വണ്ടി
റൈഡിങ് പൊസിഷനിൽ 10 km/h കയറ്റുക. ഇപ്പൊ ക്രൂയിസ് ഓൺ ആയിരിക്കുകയാണ്. ജസ്റ്റ് എന്താ ചെയ്യേണ്ട, കീ ഒന്ന് തൊടുക, ഈ ഒരു കീ ക്ലിക്ക് ചെയ്യുക, ക്രൂയിസ് ഡിസേബിൾ ആയി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്നതിലൂടെ എടുത്തുകൊണ്ട് പോകുക, അത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെൽ എഞ്ചിനീയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വെൽ എഞ്ചിനീയർഡ് ആയിട്ടാണ് നമ്മുടെ എയറിന്റെ ക്രൂയിസ് കൺട്രോളർ വന്നിരിക്കുന്നത്.